ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയെന്ന് ആരോപണമുയർന്ന ബന്ധുകൂടിയായ കെ റൌഫിൽ നിന്ന് വധഭീഷണിയുണ്ടെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ വധിക്കാൻ മംഗലാപുരത്തുള്ള കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ച റൌഫ് വ്യാജ സീഡി നിർമ്മിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. മുൻപും ഇത്തരത്തിലുള്ള ശ്രമം റൌഫ് നടത്തിയിട്ടുണ്ട്. താൻ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നേടിയെടുത്ത റൌഫ് UDF അധികാരത്തിലേറുമെന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വീണ്ടും അത്തരം നീക്കം നടത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തി. ഇത് വധിക്കാനുള്ള മോട്ടിവേഷൻ ഉള്ള ഒരാളെ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. പിന്നെ കാൾ ഡീറ്റെയിൽസ്, ഫോൺ ഡീറ്റെയിൽസ് ആണല്ലോ പലരും റിവീൽ ചെയ്യുന്നത്. ഇപ്പോൾ അതെൻ്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഫോൺ ഡീറ്റെയിൽസ്, വ്യാജ CD ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ ഇയാളാണ് എന്നുള്ളതിനുള്ള സകല തെളിവിനും ഒരു മാസം 10-16 കാളും, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ദിവസം 10-12 കാളും, പിന്നെ ഈ ഗുണ്ടകളെ ഉപയോഗിച്ചതിനുള്ള തെളിവുകളും ധാരാളമുണ്ട്. തനിക്കെതിരെയുള്ള വധഭീഷണിയും വ്യാജസീഡി നിർമ്മാണവും സംബന്ധിച്ച് മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് റൌഫിന്റെ ഭീഷണികൾക്ക് വഴങ്ങി സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇനി അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത് തന്റെ കുറ്റസമ്മതമാണ്. എല്ലാവരും കണ്ടിട്ടില്ലേ അധികാരത്തിന്റെ പിന്നെ എന്താ പറയാ സ്ഥിരാകേന്ദ്രങ്ങളിൽ കണ്ടിട്ടില്ലേ എന്നമാതിരി പുളിച്ചുണ്ടോ എന്ന് ചോദിക്കാൻ എന്താണ്? ആ കുറ്റസമ്മതം ഞാൻ തന്നെ പറയുന്നു, ഏറ്റു പറയുന്നു. അതിനുണ്ടാവില്ല എന്നാ പറഞ്ഞത്. യാതൊരു പ്രത്യക്ഷ പ്രകോപനവുമില്ലാതെയാണ് കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ കേരളത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. AP ബൗദ്ധ, മലപ്പുറം, ഇന്ത്യ വിഷൻ. വൈകിയെങ്കിലും തെറ്റ് ഏറ്റുപറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം ഗൌരവമായി എടുക്കണം. കുഞ്ഞാലിക്കുട്ടിക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞ് അതിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല എന്നുള്ള ഒരു നിലപാടെടുത്തതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുക. മലബാർ സിമന്റ്സിലെ അഴിമതി പുറത്തുവരുമ്പോൾ തനിക്കത് പ്രശ്നമാകുമെന്ന് കണ്ട് മുൻകൂർ ജാമ്യമെടുക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തതെന്ന് CPIM നേതാവ് TK ഹംസ പ്രതികരിച്ചു. റൌഫും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്നും ഹംസ ഇന്ത്യ വിഷനോട് പറഞ്ഞു. മലബാർ സിമന്റിന്റെ അഴിമതി വരുന്നതോടുകൂടി ചാക്ക് രാധാകൃഷ്ണന്റെ കാര്യങ്ങളും റൌഫുമായി ബന്ധങ്ങളും ഒക്കെ പുറത്തു വരും. അതിന് മുൻകൂട്ടി ഒരു മുഴം നീട്ടിയെറിയുന്ന തന്ത്രമാണ് കുഞ്ഞാലിക്കുട്ടി പ്രയോഗിക്കുന്നത്. മലബാർ സിമന്റിന്റെ അഴിമതി പുറത്തു വരുന്നു, ആത്മഹത്യയുടെ പേരിൽ കൊലപാതകം നടക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തോ അപകടം വരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകൂട്ടി ജാമ്യമെടുക്കുന്ന തന്ത്രമാണ് ഈ പ്രയോഗിക്കുന്നത്. റൌഫും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഒരാരോഗ്യമില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും മറപിടിച്ചതും സംരക്ഷണം കൊടുത്തതും ഈ റൌഫാണ്. അതിന് വലിയ ഭീമമായ സാമ്പത്തിക ബാധ്യതയും കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് KPC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവൻ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ശ്രീ കുഞ്ഞാലിക്കുട്ടി UDFന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിന് നേരെ അത്തരമൊരു ഭീഷണി നിലവിലുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് അതീവ ഗൗരവത്തോടുകൂടി എടുത്ത് ആ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. മതിയായ സംരക്ഷണം അദ്ദേഹത്തിന് ഉറപ്പുവരുത്തേണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയെ പരിചയമുണ്ടെങ്കിലും താൻ ഒരു കാര്യത്തിനും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി അവിഹിതമായി തനിക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ലെന്നും വിവാദ വ്യവസായി VM രാധാകൃഷ്ണൻ പറഞ്ഞു. നാട്ടുകാരനായതിനാൽ കുഞ്ഞാലിക്കുട്ടിയെ അറിയാം. സഹായങ്ങളൊന്നും താൻ ആവശ്യപ്പെടുകയോ കിട്ടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒരു സഹായത്തിനും സമീപിച്ചിട്ടുമില്ല. എന്ന് അദ്ദേഹം അവിഹിതമായി ഒരു സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുമില്ല. അവിഹിതമായ ഒരു സഹായത്തിന് വേണ്ടി ഭാഗ്യവശാൽ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല, അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടില്ല. ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല, ഞാൻ വെറും ഒരു സാധാരണ ചെറിയൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തെ പോലത്തെ കേരള രാഷ്ട്രീയത്തിലെ അധികാരമായ ഒരു രാഷ്ട്രീയ നേതാവ് എന്താ പറഞ്ഞതെന്ന് കരുതി അതിനോടൊരു അഭിപ്രായമോ പ്രതികരണമോ പറയാൻ മാത്രം വലിപ്പം എനിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കുന്നുമില്ല. ഒരു കാലത്ത് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും വലങ്കയുമായിരുന്ന KA റൌഫിനെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ തള്ളിപ്പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കൂടിയായ റൌഫ് ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടുവെന്ന് കേസിലെ സാക്ഷിയായിരുന്ന റെജീന വെളിപ്പെടുത്തിയിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് അധികാരദല്ലാൾ, PK കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് KA റൌഫിന്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ കുൽസുവിന്റെ സഹോദരി ഭർത്താവാണ് KA റൌഫ്. ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ റൌഫ് ഇടപെട്ടു എന്ന ആരോപണം ശക്തമായിരുന്നു.
കെ എ റൌഫും ചേളാരി സ്വദേശി ഷെരീഫുമാണ് ഐസ്ക്രീം പാർലർ കേസിൽ ഇടപെട്ടതെന്ന് കേസിലെ 11ാം സാക്ഷി റെജീന 2004 തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കേസ് ഒതുക്കാൻ റൌഫ് മുൻകൈയെടുത്തുവെന്നായിരുന്നു റെജീനയുടെ വെളിപ്പെടുത്തൽ. ഐസ്ക്രീം കേസ് കോഴിക്കോട് കോടതിയിൽ നടക്കുമ്പോൾ സർക്കാർ അഭിഭാഷകനുമായി റൌഫ് ഫോണിൽ സംസാരിച്ചതിന് തെളിവ് പുറത്തു വന്നിരുന്നു. സർക്കാർ അഭിഭാഷകനും റൌഫും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പിന്നീട് പുറത്തായി. കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു റൌഫിന്റെ പ്രവർത്തനം. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ സ്വാധീനം കേസ് നടത്തിപ്പിൽ റൌഫ് ഉപയോഗിച്ചുവെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോഴിതാ പി കെ കുഞ്ഞാലിക്കുട്ടി റൌഫിനെ തള്ളിപ്പറയുന്നു. ഇന്നലെ വരെ പലവും നടന്നിട്ടുണ്ടാവും. അതായത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഏത് മനുഷ്യനായാലും അങ്ങനത്തെ സന്നിഗ്ധ ഘട്ടങ്ങൾ വരാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കൊന്നാലും ശരി, ബ്ലാക്ക്മെയിൽ ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി, അമിതമായ ഒരു കാര്യത്തിന് ഇനി അയാൾക്കും എല്ലാവർക്കും കൂട്ടുനിന്ന് കൊടുക്കൂല. ഞാനിത് ശിഹാബ്ദങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ്. ഇന്ത്യ വിഷൻ, കൊച്ചി. വധഭീഷണിയുണ്ടെന്ന വെളിപ്പെടുത്തലോടെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വീണ്ടും രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഭാര്യ സഹോദരി ഭർത്താവ് കെ എ റൌഫിനെ പറ്റി കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രതികരണങ്ങൾ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിനെയും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ മന്ത്രിയായിരുന്ന കാലത്ത് റൌഫിനും കൂട്ടർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും അതിൽ കുറ്റസമ്മതം നടത്തുകയാണെന്നുമുള്ള പ്രതികരണമാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻമന്ത്രിയുമായ ഒരാൾ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇതാദ്യത്തെ സംഭവമാണ്. ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് കെ എ റൌഫിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. തനിക്കെതിരെ ഉണ്ടായേക്കാവുന്ന നീക്കങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികരണമെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ അതീവ ഗൌരവ സ്വഭാവത്തിലുള്ളതാണ്. മന്ത്രിയായിരുന്ന കാലത്ത് റൌഫിന്റെയും മറ്റും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇതിൽ കുറ്റസമ്മതം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മന്ത്രിയായിരുന്ന കാലത്ത് ഭാര്യാബന്ധുവിന് സഹായം ചെയ്തു കൊടുത്ത കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഭരിക്കുമെന്നും ആരോടും പ്രത്യേക മമത കാട്ടുകയില്ലെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ മന്ത്രിയും അധികാരമേൽക്കുന്നത്. ആ പ്രതിജ്ഞ താൻ മന്ത്രിയായിരുന്ന കാലത്ത് ലംഘിച്ചുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ മാനവുമുണ്ട്. റൌഫിന്റെ ഇപ്പോഴത്തെ പിണക്കം ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് വീണ്ടും ഉയർന്നു വരാൻ ഇടയാക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സംശയം. കേസ് ഒതുക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് റൌഫാണെന്ന് നേരത്തെ സ്ത്രീ സംഘടനകൾ ആരോപിച്ചിരുന്നു. ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന റൌഫിന് മലബാർ സിമന്റ്സിലെ ക്രമക്കേടുകളുമായും ബന്ധമുണ്ടെന്ന് ആക്ഷേപമുണ്ട്. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ആർ ശ്രീജിത്ത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ. പി കെ കുഞ്ഞാലിക്കുട്ടി തനിക്ക് വധഭീഷണിയുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഐസ്ക്രീം കേസ് പുനരന്വേഷിക്കണമെന്ന് INL സെക്യുലർ സംസ്ഥാന സെക്രട്ടറി NK അബ്ദുൽ അസീസ് ആവശ്യപ്പെട്ടു. കോടതിയെപ്പോലും വില കൊടുത്ത് ഐസ്ക്രീം കേസ് അട്ടിമറിച്ചുവെന്നാണ് വെളിപ്പെടുത്തലിന്റെ സാരം. ഇരകളെ മൊഴിമാറ്റിച്ചതുൾപ്പെടെ കേസ് അട്ടിമറിച്ചതിന് പ്രതിഫലമായാണ് റൌഫിനെ കുഞ്ഞാലിക്കുട്ടി സഹായിച്ചതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നും അബ്ദുൽ അസീസ് പറഞ്ഞു. കഴിഞ്ഞ ഐസ്ക്രീം പാർലർ സെക്സ് റാക്കറ്റ് കേസിൽ അനധികൃതമായും കോടതിയെ വിലക്കെടുത്തും ഇരകളെ മൊഴിമാറ്റി പറയിപ്പിച്ചും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചും കുഞ്ഞാലിക്കുട്ടിയെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയ വ്യക്തി എന്ന നിലയിലാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഐസ്ക്രീം പാർലർ കേസിലെ ചില കേസുകളിലെ പ്രതിയായിരുന്ന റൌഫ് എന്ന് പോലും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രതിയായതും അദ്ദേഹം ഈ കേസിൽ രംഗത്ത് വന്നതും കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയും കള്ള അഫിഡവിറ്റ് നൽകിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്ത കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ വ്യക്തി എന്ന നിലയിലാണ്. ഐസ്ക്രീം പാർലർ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം.